ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് ഒരു മാനസി കട്ട് നൈറ്റി പഠിക്കാം. ഏതൊക്കെ ടൈപ്പ് നമ്മളിപ്പോൾ പഠിച്ചു? ചുരിദാർ കട്ട് പഠിച്ചു, സാധാ നൈറ്റി പഠിച്ചു അല്ലേ, യൂ കട്ടും ഫ്രോക്ക് നൈറ്റി പഠിച്ചു. ഇപ്പോൾ അടുത്തത് മാനസി കട്ട് നൈറ്റി. ഇത് നമുക്കിന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ട അളവുകൾ, യോക്ക് നൈറ്റി നമ്മൾ എങ്ങനെയാണോ മെഷർമെൻ്റ് എടുത്തത് അതേപോലെയുള്ള മെഷർമെൻറ്റ് തന്നെയാണ് ഇതിനും വേണ്ടത്. അതായത് യോക്ക് ലെങ്ത്, ഫുൾ ലെങ്ത്, ചെസ്റ്റ്, വേസ്റ്റ്, ഷോൾഡർ, സ്ലീവ് ലെങ്ത്, സ്ലീവ് റൗണ്ട്, ഇത്രയും അളവുകളാണ് വേണ്ടത്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ യോക്ക് നൈറ്റിയെ അപേക്ഷിച്ച് മാനസി കട്ട് നൈറ്റിക്കുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് പീസ് നമ്മൾ 3 കട്ട് ചെയ്ത് പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നോക്കാം. ഇവിടെ ചീത്തവശം കണക്കാക്കി നീളത്തെയും വീതിയെയും 2 മടക്കിയിടുക. ഒരു നൈറ്റി പീസാണിത്. അപ്പോൾ നമ്മളിതിനെ 4 മടക്കി, വണ്ണത്തെയും മടക്കി ഇറക്കത്തെയും മടക്കി ഇട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആദ്യമേ ലെങ്ത് എത്ര വേണമെന്ന് നോക്കാം. എത്ര ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം? ഫുൾ 40. 40-ൽ 10 ഇഞ്ച് യോക്ക് ലെങ്താണ് വരുന്നത്. ബാലൻസ് 30 ഇഞ്ചാണ് നമ്മുടെ താഴത്തെ പീസിന് വരുന്നത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് കൂട്ടി അല്ലെങ്കിൽ 3 ഇഞ്ച് കൂട്ടി 33 ഇഞ്ച് താഴത്ത് നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഇത് ചുരുക്കിടാനുള്ള പീസാണ്, ഒപ്പം കുറവാണ്. മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മുകളിലേക്ക് യോക്കിൻ്റെ ഇറക്കം, യോക്ക് പീസിൻ്റെ ഇറക്കം 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. 10 മതിയല്ലോ, പൊക്കം കുറവായതുകൊണ്ട് 10 ഇഞ്ച് മതി. 10 ഇഞ്ച് ചെസ്റ്റ് എത്രയാ? 32-ൻ്റെ കൂടെ എത്ര ഇഞ്ച് ലൂസ് കൂട്ടണം? നൈറ്റി വെട്ടുമ്പോൾ 4 ഇഞ്ച് ലൂസാണ് കൂട്ടേണ്ടത്. അപ്പോൾ 32 4 36. 36-ൻ്റെ 4-1 എത്രയാണ്? 9 ഇഞ്ച്. 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. 9 ഇഞ്ച് വണ്ണവും മാർക്ക് ചെയ്യുക. വണ്ണത്തിൻ്റെ 4-1 32 ഇഞ്ച് ചെസ്റ്റ് അളവ്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് വണ്ണം കൂട്ടുമ്പോൾ 36. 36-ൻ്റെ 4-1 9 ഇഞ്ച്. ആ 9 ഇഞ്ച് വണ്ണം നമ്മൾ മാർക്ക് ചെയ്തു. ഇങ്ങോട്ടേക്ക് 10 ഇഞ്ച് യോക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും 9 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതിനെ സ്ക്വയറായിട്ട് വരയ്ക്കുക. ഇങ്ങനെ വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷോൾഡറിൻ്റെ അളവെടുക്കുക. ഷോൾഡർ എത്രയാണ്? 14. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. കഴുത്തകലം 2.5 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്യുക. കഴുത്തിറക്കം ഫ്രണ്ട് 6, ബാക്ക് എത്ര വേണം? ബാക്കും 6 തന്നെ വേണം. 6 ഇഞ്ച് ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്ത് ഇതൊരു സ്ക്വയറാക്കി ഷേപ്പ് ചെയ്യുക. സാധാരണ നമ്മൾ യൂ കട്ട് നൈറ്റിക്ക് എത്ര ഇഞ്ചാണ് മുകളിലേക്ക് കയറ്റി ഷേപ്പ് ചെയ്യുന്നത്? 3 ഇഞ്ച്. 3 ഇഞ്ച് കയറ്റിയതിന് ശേഷം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇത് കൈക്കുഴിയാക്കി ഇതും ഷേപ്പ് ചെയ്യുക. ഇത്രയും മനസ്സിലായോ? മനസ്സിലായല്ലോ. ഇനി ഫ്രണ്ട് നെക്ക് വെട്ടുമ്പോൾ ഈ പീസിനെ 3 ഭാഗിക്കും. ഫ്രണ്ട് പീസിനെ മാത്രം, ബാക്ക് പീസ് ഇത് തന്നെ. അപ്പോൾ ചെയ്യേണ്ടത് 1 ഇഞ്ച് കഴുത്ത് നമ്മൾ സ്ക്വയർ, 2.5 ഇഞ്ച് കഴുത്തകലം എടുത്ത് 6 ഇഞ്ച് കഴുത്തിറക്കവും എടുത്ത് അതിനെ നമ്മൾ സ്ക്വയറാക്കി അവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ 1 ഇഞ്ചിലേക്ക് ഇതിനെ നെക്ക് ഷേപ്പ് ചെയ്തു. ഈ നെക്ക് നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും വെട്ടാം, യുവോ സ്ക്വയറോ അതെങ്ങനെ വേണമെങ്കിലും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 5 ഇഞ്ച് മാറ്റി ഒരു മാർക്ക് ചെയ്യുക. ഇതിനെ ഈ 5 ഇഞ്ചിലേക്ക് ഷേപ്പ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. ഈ നെക്ക് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷേപ്പ് ചെയ്യുക. ഇത് കട്ട് ചെയ്യുമ്പോൾ ആദ്യമേ ബാക്ക് പീസായിട്ട് 2 പീസിനെയും കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ടാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് പൈപ്പിംഗ് ആണ്. ഇതിന് ഡബിൾ പീസ് കൊടുക്കും. അതായത് ഫ്രണ്ട് പീസിൻ്റെ ഇത് 3 വരും. ഈ പീസ് കൈക്കുഴിയുടെ അവിടുത്തെ ഓരോ വശത്തെയും 2 പീസ്,
ഇത് സെൻറ്റർ പീസ്. ഇതിന് നമ്മൾ പൈപ്പിംഗ് കൊടുക്കും. ഇത്രയും ഭാഗവും പൈപ്പിംഗ് കൊടുക്കും, നെക്കിൻ്റെ ഇവിടെയും പൈപ്പിംഗ് കൊടുക്കും. അപ്പം പൈപ്പിംഗ് അടിക്കുന്നതും കൂടെ നമുക്കിതിൽ പഠിക്കാം. ഇത്രയും മനസ്സിലായോ? ഇനി ഇപ്പോൾ 3 ഇഞ്ച് നമ്മൾ സ്കേർട്ട് പീസ് വെട്ടുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ വെട്ടുന്നത്? ഓർമ്മയുണ്ടോ? യോക്ക് നൈറ്റ് വെട്ടിയത് ഫുള്ള് വലിച്ചിട്ട് അവിടെ നിന്ന് 3 ഇഞ്ച് താഴേക്ക് കിടക്കും. ഇവിടെ നിന്ന് 2.5 ഇഞ്ച് മാറ്റി ഇവിടോട്ട് 1.5 ഇഞ്ച് ഇങ്ങോട്ട്. അതെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്ക് വശത്ത് നെക്കിന്റെ താഴെ 3 ഇഞ്ച് മാറ്റി, ഇവിടെ നിന്ന് താഴേക്ക് 2.5 ഇഞ്ച് മാറ്റി, ഇവിടെ നിന്നുള്ളിലേക്ക് 1.5 ഇഞ്ച് മാറ്റി. ഇത് യു ആയിട്ട് ഷേപ്പ് ചെയ്തു. ഇതിനെ ഇങ്ങനെ കേർവ് ചെയ്തു ഇങ്ങനെ. ഇത് താഴത്തെ ചുരുക്കിടാനുള്ള പീസ്. അപ്പോൾ ബാലൻസ് നമുക്കിപ്പം ടോപ്പിൻ്റെ മെത്തേഡിലാണ്, അത്രയും ലെങ്ത് ഇതിനുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും തുണി ബാലൻസ് വന്നത്. സ്ലീവ് എടുത്തു കഴിഞ്ഞ് നെക്കിന് ഇത് തന്നെ അപ്പം നമുക്ക് ഡബിൾ പീസ് കൊടുക്കാൻ പറ്റും. അല്ല എങ്കിൽ സെൻറ്ററിൽ ഒരു റെഡോ വൈറ്റോ ഒക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. കട്ട് ചെയ്യണം. ഇത് കഴുത്തകലം അറിയാൻ വേണ്ടി ഇവിടെ നിങ്ങോട്ടൊരു നോച്ചിടുക. ഇവിടെ നിങ്ങോട്ട് ഉള്ളിലെ പീസ് അങ്ങ് മാറ്റുക. മാറ്റിയതിന് ശേഷം കണ്ടോ? മനസ്സിലായോ? ഇത് ഒന്നിലെ റെഡ് കൊടുക്കുക ഈ പീസ്, അല്ലെങ്കിൽ വൈറ്റ് കൊടുക്കുക. അങ്ങനെയാണ് എല്ലാ നൈറ്റിയും വരുന്നത്. ഇങ്ങനത്തെ കട്ടിന് ഇവിടെ സെപ്പറേറ്റ് പീസായിരിക്കും. ഇത് ഇത്രയും പൈപ്പിംഗ് ആയിരിക്കും. പൈപ്പിംഗ് അടിക്കാൻ നമുക്ക് ഇതിൽ പഠിക്കാം. ഇതിന് പൈപ്പിംഗ് റെഡിന്റെ പീസ് ഇന്നലെ ആരുടെയോ കണ്ടിട്ട് ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞായിരുന്നു. ആരുടെയാണ് ഇടുക. ഇപ്പൊ ഇത് വേറെ പീസ് വെക്കണ്ട, ഈ പീസ് വെക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ പീസ് ഇടുക. അപ്പൊ ലൈനിങ് പീസ് ഇട്ട് അടിച്ചു മറിച്ചാലും മതി. പൈപ്പിങ്ങിന് തുണി ഇല്ലെങ്കിൽ ഈ ഷേപ്പിൽ അടിച്ചിട്ട് മറിച്ചെടുക്കുക. എന്നിട്ട് ഇതും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയും ചെയ്യാം. പൈപ്പിംഗ് ഇല്ലെങ്കിൽ തുണി ഇല്ല എങ്കിൽ ലൈനിങ് പീസ് ഉണ്ട് എങ്കിൽ ഇത് 3നും ലൈനിങ് പീസ് വെട്ടുക. വെട്ടിയിട്ട് ഈ ഷേപ്പിലൂടെ അടിച്ച്, അതായത് ഇങ്ങനെ കാണിച്ചു തരാം. ചൂടെടുക്കും.
ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പൈപ്പിങ്ങിന് നിങ്ങളുടെ കയ്യിൽ ത്രെഡ് ഇല്ല തുണിയില്ല എന്നുണ്ടെങ്കിൽ ഈ പീസ് ഇങ്ങനെ വെച്ച് ഈ കഴുത്ത് ഇവിടെ അടിച്ച് മറിച്ചെടുക്കുക. അപ്പോൾ കഴുത്തടിച്ച് പോയേ, അതേപോലെ ഇതിൻ്റെ ഈ ഷേപ്പിലൂടെയും അടിച്ച് മറിച്ചെടുക്കുക. അപ്പോൾ കഴുത്തൊക്കെ ആയി. അതിനുശേഷം ഈ പീസ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് ഇതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക.